ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ്, ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ എന്നാണ്. കേട്ടത് മധുരം, കേൾക്കാത്തത് അതിമധുരം. പറയാൻ പോകുന്നത് എൻട്രിയുടെ ടീച്ചിങ് കോഴ്സിനെ കുറിച്ചാണ്. എൻട്രിയുടെ ടീച്ചിങ് കോഴ്സസ് പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും നിങ്ങളിലേക്ക് എത്താൻ പോവുകയാണ്. എന്നോടൊപ്പം കോഴ്സുകൾ നയിക്കുന്ന HSA കോഴ്സുകളും അതുപോലുള്ള ടീച്ചിങ് കോഴ്സും നയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകൻ നാസിം സാറുണ്ട്. സോ ഇപ്പം നിലവിൽ HSA കോഴ്സുകളാണ് എൻട്രിയിൽ ഗംഭീരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കോഴ്സുകളെക്കുറിച്ച് ഒരു വിലയിരുത്തലാണ് ആദ്യം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. നാസിം സാറിലേക്ക് പോകുന്നു. നിലവിൽ നമ്മൾ HSA ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സ്, മലയാളം, നാച്ചുറൽ സയൻസ് തുടങ്ങിയ കോഴ്സുകൾ റണ്ണിങ് ആണ്. ഇനിയിപ്പം ഹയർ സെക്കൻഡറി കോഴ്സുകളായിട്ടുള്ള HSST കൊമേഴ്സിൻ്റെ കാര്യം നിലവിൽ പരിഗണനയിലാണ്. നമ്മൾ ഇപ്രാവശ്യം പുതിയ സ്ട്രാറ്റജികൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുട്ടികളുമായി ഒരു കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അവർക്ക് ഡെയിലി, വീക്ക്ലി, മന്ത്ലി ഫുൾ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈവൻ എക്സാമിനേഷൻ്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്, ക്ലാസിൻ്റെ സ്റ്റൈൽ ഓഫ് പ്രസൻറ്റേഷൻ മാറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ മെൻറ്റർഷിപ്പ് മാറ്റിയിട്ടുണ്ട്. ഇതിനെ മോണിറ്റർ ചെയ്യാനുള്ള കോർഡിനേറ്റേഴ്സിന് എല്ലാ വീക്കും അതിൻ്റെ ഹെഡിങ്ങിൽ നിന്ന് നമ്മൾ പ്രത്യേക പ്രൊവിഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീസ് ഇൻ ചെയിൻ. ഞങ്ങൾക്ക് കുട്ടികൾ വേണമെങ്കിൽ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായെങ്കിൽ മാത്രമേ ഞങ്ങളിലേക്ക് എത്താൻ പറ്റൂ. സോ ആ എലിജിബിലിറ്റി കാറ്റഗറിയുടെ അക്കാദമിക് ഹെഡായിട്ടുള്ള രഞ്ജിത്ത് സാറിന് ഇപ്രാവശ്യം ഞങ്ങളിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികളെ തരാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ എലിജിബിലിറ്റി ടെസ്റ്റ്, അതായത് കേറ്ററ്റ്, സെറ്റ്, നെറ്റ് കോഴ്സുകൾ വളരെ നല്ല രീതിയിൽ തന്നെ പുതിയ രൂപത്തിൽ ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യമായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന കോഴ്സ് എന്ന് പറയുന്നത് സെറ്റാണ്. വിവിധ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന സെറ്റ് കോഴ്സുകൾ സെപ്റ്റംബർ 20 നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം പുതിയ ക്ലാസ്സുകൾ നൽകണം എന്നൊരു തീരുമാനത്തിലാണ് ആദ്യം എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ വിഷയവും ലീഡ് ചെയ്യുന്നത് ഏകദേശം 6ഓളം അധ്യാപകരാണ്, 6-7 അധ്യാപകരാണ് ലീഡ് ചെയ്യുന്നത്. ഒരധ്യാപകൻ ഒരുപാട് മേഖലകൾ എടുക്കുന്നതിന് പകരം ഓരോ പ്രത്യേക മേഖലകൾ അധ്യാപകർക്ക് തിരിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളൊരു വിശാലമായിട്ട് ക്ലാസ് കൊടുത്ത് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാതെ വളരെ ഒരു യോഗ്യതാ പരീക്ഷയിൽ വിജയിക്കാൻ എന്തൊക്കെ വേണം അതിനനുസരിച്ച് വളരെ പ്രസിയായിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഉള്ള മേഖലയായതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൂടുതൽ ഉൾപ്പെടുത്തണം, അത് തുടക്കത്തിലേ ഉൾപ്പെടുത്തണം എന്നൊരു തീരുമാനത്തിലും നമ്മൾ എത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ എലിജിബിലിറ്റി കോഴ്സുകളിൽ ഇപ്പോൾ സെറ്റിൽ നമ്മൾ തുടങ്ങി വെക്കുന്നത്, ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യത്തെ പരീക്ഷയിൽ വേണ്ടത്ര മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, ഓരോ 6 മാസം കൂടെ വരുമ്പോൾ ഒരു പരീക്ഷയാണല്ലോ ഇത്, വേണ്ടത്ര മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് ഒരു ചാൻസും കൂടി കൊടുക്കാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഫ്രീ ആയിട്ട് കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നമ്മളിപ്പം 100 ദിവസത്തെ സ്റ്റഡി പ്ലാനോട് കൂടി ഒരു കോഴ്സാണ് ആരംഭിക്കുന്നത്. ഇത് കഴിഞ്ഞ് റിവിഷൻ വരുന്നുണ്ട്. അടുത്ത സെറ്റ് എക്സാം ജനുവരിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ ലീഡ് ചെയ്യുന്ന കോഴ്സുകൾ നമ്മൾ ആൾറെഡി ക്ലാസ്സുകൾ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞു. 20 മുതൽ കൃത്യമായിട്ട് അത് മെൻറ്റർഷിപ്പ് ബാച്ചിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ പേഴ്സണൽ മെൻറ്റർഷിപ്പ് ഉദ്യോഗാർത്ഥികൾക്ക് നമ്മൾ മറ്റ് കോഴ്സുകൾക്ക് നൽകുന്നത് പോലെ ഗോൾഡ് ബാച്ച് സ്പെഷ്യൽ മെന്റർഷിപ്പ്, അതായത് ഉദ്യോഗാർത്ഥികൾക്ക് സ്പെഷ്യൽ മെന്റർഷിപ്പ് ഇതുവരെ നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ് സെറ്റിൽ. അതായത് പേഴ്സണൽ മെന്റർഷിപ്പ് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്ന രീതിയിൽ, അവരെ കൂടുതൽ കെയർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യണമെന്ന് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. വിവിധ വിഷയങ്ങൾ, എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിയാണ് നമ്മളിത് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിൻ്റെ അടുത്ത പടിയായിട്ട് കേറ്ററ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നെറ്റ് കോഴ്സ്, എലിജിബിലിറ്റി ടെസ്റ്റിന് വേണ്ടിയുള്ള കോഴ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം പുതിയ ക്ലാസ്സുകളാണ്. ഏറ്റവും നല്ല അധ്യാപകരെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം, ഇവിടെ നമ്മളിനിയിപ്പോൾ HSST പരീക്ഷ, സാറ് പറഞ്ഞു HSSTക്ക് വേണ്ടി നമ്മൾ വളരെ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ അടുത്ത സമയത്ത് ഏതെങ്കിലും HSST പരീക്ഷ വിളിക്കാനുണ്ടോ? നമ്മൾ ഓൾറെഡി HSST ഹിസ്റ്ററി ചെയ്ത് കഴിഞ്ഞു. അതായത് ഈ ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അതിൻ്റെ ഒരു 75% എബോവ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ത്രൂ വന്നിട്ടുള്ളത് നമ്മുടെ ക്ലാസ് നോട്ടുകളിൽ നിന്നും ക്ലാസ്സുകളിൽ നിന്നുമാണ്. അപ്പോൾ ആ ഒരു വിജയം ഞങ്ങൾക്ക് തരുന്ന ഒരു വലിയ കോൺഫിഡൻസ് ആണ്. ആ ഒരു കോൺഫിഡൻസിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇനിയുള്ള HSST കൊമേഴ്സിൻ്റെ നോട്ടിഫിക്കേഷനോടുകൂടി നമ്മൾ HSST കൊമേഴ്സിൻ്റെ ക്ലാസ് ലോഞ്ച് ചെയ്യുകയാണ്. ഈ HSST കൊമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, കൊമേഴ്സുകാർക്ക് ഇപ്പോൾ HSA സോഷ്യൽ സയൻസ് എഴുതാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് ഒരു ഓർഡർ വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് HSST കൊമേഴ്സാണ്. കാരണം അവർക്ക് ഒരു HSA തസ്തികയിലേക്ക് ഇനി പോകാൻ കഴിയില്ല.
സോ അതുകൊണ്ട് തന്നെ ആ കുട്ടികളുടെ മനോഭാവത്തെയും അവരുടെ ഒരു മനോധൈര്യത്തെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് രീതിയിൽ, സ്ട്രാറ്റിക് ആയിട്ടുള്ള രീതിയിൽ, സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ ഈ കോഴ്സ് ഷെഡ്യൂൾ ചെയ്യുകയാണ്. സ്ട്രക്ചേർഡ് ആണിത്. നമ്മൾ മുമ്പൊക്കെ നോൺ സ്ട്രക്ചേർഡ് ആയിരുന്നുവെങ്കിൽ അതിൽ നിന്ന് മാറി സ്ട്രക്ചേർഡ് ആയിട്ട്, അതായത് സ്ട്രക്ചേർഡ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ടൈം നമ്മൾ അനലൈസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഫാക്കൽറ്റീസിനെ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ അവരുടെ കോഴ്സ് മെൻറ്റർഷിപ്പിനുള്ള മെൻറ്റർഷിപ്പ് ട്രെയിനിങ്ങും അതിനുവേണ്ടി നമ്മൾ ചിലവാക്കുന്ന സമയം കൂടി നമ്മൾ നേരത്തെ സ്ട്രക്ചർ ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ കോഴ്സ് സ്ട്രക്ചേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, നമുക്കറിയാം എലിജിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ്. പ്രത്യേകിച്ച് ഈ കേറ്ററ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം വന്നതോടുകൂടി ഈ ഏത് അധ്യാപക തസ്തികയിലേക്കും സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്. ടെറ്റായാലും സെറ്റായാലും നെറ്റായാലും അത് ആവശ്യമാണ്. അപ്പം ഒരു വലിയ പീക്ക് സ്റ്റേജിലേക്ക് അധ്യാപക തസ്തികയിലേക്കുള്ള കോമ്പറ്റീഷൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും? ആ വെല്ലുവിളികളെ പരിഹരിക്കാൻ എന്തൊക്കെയായിരിക്കും നമ്മൾ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് ചെയ്യുന്നത്? തീർച്ചയായിട്ടും സാർ ചോദിച്ചത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ഇക്കാലം അത്രയും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു യോഗ്യതാ പരീക്ഷയാണ്. അപ്പം തീർച്ചയായിട്ടും ഇതിന് ഇത്ര ശതമാനം, ഇപ്പോൾ ജനറൽ പേപ്പറിന് ഇത്ര ശതമാനം മാർക്ക് വേണം, സെപ്പറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോർ സബ്ജക്റ്റിന് ഇത്ര ശതമാനം മാർക്ക് വേണം, ഇത് രണ്ടിനും കൂടെ ചേരുമ്പോൾ ഇത്ര ശതമാനം മാർക്ക് വേണം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരീക്ഷയുടെ യോഗ്യത കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ 1% മാർക്ക് അല്ലെങ്കിൽ ഇതിന് രണ്ടിനും കൂടെ ഇത്ര % മാർക്ക് എത്താൻ കഴിയാത്തത് കൊണ്ട് വളരെ നേരിയ വ്യത്യാസത്തിൽ യോഗ്യത നഷ്ടപ്പെടുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ ഉത്തരങ്ങളും കറപ്പിക്കാം അല്ലെങ്കിൽ എല്ലാ ഉത്തരങ്ങളും അറ്റൻഡ് ചെയ്യാം എന്നും പറഞ്ഞാണ് വരുന്നത്. ഒരു ഓവർ കോൺഫിഡൻസിൽ വരുന്നത്. അവർ ഒരു കാരണവശാലും എല്ലാ പോർഷൻസും കവർ ചെയ്യാതെ തന്നെയാണ് വരുന്നത്. അതിനെ മുൻനിർത്തി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് എൻട്രിയിൽ എല്ലാ മേഖലകളും സിലബസിൽ കൊടുത്തിരിക്കുന്ന ഈവൻ ജനറൽ പേപ്പറിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ എല്ലാ മേഖലകൾക്കും ആ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു ടോട്ടൽ സ്റ്റഡി നടത്തി അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷനും നടത്തി മാക്സിമം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യിച്ചിട്ട് അവരെ പരീക്ഷ ഹാളിൽ എത്തിക്കാനാണ് നമ്മൾ അവിടെ ശ്രമിക്കുന്നത്. രണ്ടാമത്തെ ഒരു വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ ഈ കേറ്ററ്റ് 3 എന്ന് പറയുന്ന മാനദണ്ഡം ഇല്ലാതാകുമോ? വരാൻ പോകുന്ന ഹൈസ്കൂൾ പരീക്ഷകളുടെ മാനദണ്ഡം PG ആക്കിയാലും അതിനൊരു യോഗ്യതാ പരീക്ഷ എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ, അതെന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ കഴിയുന്ന സാറിനായിരിക്കും. സാർ HSI ഇപ്പം ലീഡ് ചെയ്തുകൊണ്ട് പോവുകയാണ്. എന്താണ് അതിനെക്കുറിച്ച് സാറിന് പറയാനുള്ളത്? ഇപ്പം കാറ്റഗറി 3 എന്ന് പറയുന്ന എലിജിബിലിറ്റി ഒരാൾ നേടിക്കഴിഞ്ഞാൽ അതൊരിക്കലും ഇന്നെലിജിബിലിറ്റി ആവത്തില്ല, എലിജിബിലിറ്റി ആകില്ല, അത് ഇന്നെലിജിബിലിറ്റി ആകില്ല. ഒരു എലിജിബിലിറ്റി അവർ ഫീസ് അടച്ച് ഗവൺമെൻറ് നടത്തുന്ന പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അത് എലിജിബിലിറ്റി തന്നെയാണ്. പക്ഷെ അത് കാലാന്തരത്തിൽ എന്ത് ചെയ്യും? പരിഷ്കരിക്കപ്പെടുമെന്നേ ഉള്ളൂ. കാറ്റഗറി 3 ഉള്ള ഒരാൾക്ക് UPSC പരീക്ഷ എഴുതാൻ പറ്റും. 2 ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഈവൻ HSI വിളിക്കുന്ന സമയത്താണെങ്കിലും കാറ്റഗറി 3 ഉണ്ടെങ്കിൽ അവർക്ക് പ്രൊവിഷൻ കൊടുക്കാൻ 75% കൂടുതൽ സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ സെറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് നിലവിൽ PG ഉണ്ട്, കാറ്റഗറി 3 ഉള്ള കുട്ടികൾ സേഫാണ് എന്നവർക്കൊരു വിചാരമുണ്ട്. പക്ഷെ അവർ കാറ്റഗറി 3 ഉപയോഗിച്ച് HSI പരീക്ഷ ചെയ്ത് റാങ്ക് ലിസ്റ്റ് വന്നാലും അവർക്ക് ഗവൺമെൻറ് ചെയ്യാൻ പോകുന്ന മുമ്പ് കേറ്ററ്റിന് ചെയ്തതുപോലെ ഗവൺമെൻറ് ചെയ്യാൻ പോകുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് നിങ്ങൾ 6 വർഷത്തിനുള്ളിൽ സെറ്റ് എഴുതിയെടുക്കണമെന്ന് പറയും. ഒരു സർവീസിൽ കയറി പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് അതിനു മുമ്പ് എന്ത് ചെയ്യുക? യോഗ്യതാ പരീക്ഷ പാസ്സാക്കുക. അപ്പം സെറ്റ് അവിടെ നിന്ന് ഇനി നെറ്റിലേക്ക് നമ്മൾ കടക്കുമ്പോഴത്തേക്ക് ഹയർ എഡ്യൂക്കേഷനാണ് നെറ്റിലേസ്. ലെക്ചർഷിപ്പ് വരുന്നു, പ്രൊഫസർഷിപ്പ് വരുന്നു, അതുപോലെ തന്നെ ഹയർ അക്കാദമിക് യോഗ്യതയുള്ളവർ അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് മത്സരിക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ എലിജിബിലിറ്റി ഇല്ലാതെ നിൽക്കുന്നതെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സാറിന് തന്നെ അറിയാം, PG ഉണ്ട്, സെറ്റും ഉണ്ട് എന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം എന്തായിരിക്കും സ്വാഭാവികമായിട്ടും ചോദിക്കുന്നത്? നെറ്റ് എഴുതാത്ത എന്താ, നെറ്റ് ഇല്ലാത്ത എന്താ? അപ്പം നെറ്റ് എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഷീസ് ഓർ ഹീസ് ക്വാളിഫൈഡ്, അയാൾ ക്വാളിഫൈഡ് ആണ്. കാര്യം PG വിത്ത് സെറ്റ് ഉണ്ട്, പിന്നെ നെറ്റ് എഴുതിയാൽ എന്താ? അപ്പം നെറ്റ് കൂടി നമ്മുടെ കയ്യിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു HSST ഇൻ്റർവ്യൂവിന് 5 മാർക്ക് 4 മാർക്ക് സ്പെഷ്യലായിട്ട് കിട്ടുകയില്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ക്വാളിഫിക്കേഷൻ മാത്രമല്ല ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ എക്സാമിനേഷന് അധികം മാർക്ക് മേടിക്കാനുള്ളൊരു സംവിധാനം കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ സാറ് പറഞ്ഞതിനകത്തും വേറെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഈ PG ആണ് ഇതിൻ്റെ എല്ലാം ആധാരം. കേരള യൂണിവേഴ്സിറ്റിയുടെ PG സിലബസ് മൊത്തം പഠിച്ച ഒരാളെ സംബന്ധിച്ച് സെറ്റ് പരീക്ഷയും നെറ്റ് പരീക്ഷയൊക്കെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഞാൻ ഈ PG പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് പാസ്സാവുന്നത്.
അതുകൊണ്ട് തന്നെ എൻട്രിയിലൂടെ നമ്മൾ അധ്യാപകരെല്ലാവരും ഒരു മീറ്റിംഗ് കൂടിയപ്പോൾ ആലോചിച്ച് തീരുമാനിച്ചൊരു കാര്യം, ഈ സെറ്റ് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ പലരും നെറ്റ് പ്രിപ്പയർ ആയിരിക്കുമല്ലോ. കാരണം ഇത് PG യോഗ്യതയുള്ള 50%, 55% മാർക്കുള്ള ആർക്കും ഈ ഒരു പരീക്ഷ എഴുതാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒരു പാക്കായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കാൻ നമുക്ക് കഴിയില്ലേ? അങ്ങനെ ഒരു കഴിയും. ഇനി അതുപോലെ തന്നെ സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളൊരു മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, സാറ് തന്നെ പറഞ്ഞു സാറ് PG പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സെറ്റ് എഴുതിയെടുക്കുന്നതെന്ന്. ഈ അങ്ങനെയുള്ള ചില കുട്ടികളുണ്ട്, മീൻസ് അവർക്ക് നല്ല കാലിബർ ഉണ്ടെന്ന് നമുക്ക് തോന്നിക്കും. അപ്പം PG പഠിക്കാൻ തന്നെ കാലിബർ ഇല്ലാതെ ഒരാൾക്ക് PGയിലോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ PG പഠിക്കുന്ന കുട്ടികൾക്ക് സെറ്റ് എഴുതിയെടുക്കാൻ ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ള നിലയിൽ എൻട്രി എന്തെങ്കിലും മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ആദ്യം നമ്മൾ അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഈ കോളേജുകൾ അതുപോലെ BEd കോളേജുകൾ, സെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ, BEd കോളേജുകൾ, അവിടെയൊക്കെ നമ്മൾ സെമിനാറുമായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന സെമിനാറുകൾ, അത് നേരിട്ട് ഉദ്യോഗാർത്ഥികളുടെ ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുവാനും അതുവഴി അവരെ നമ്മുടെ കോഴ്സിലേക്ക് വരുത്തുവാനും നേരത്തെ തന്നെ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യമല്ല, കൃത്യമായ കാര്യമാണ്. ഈ PGയുടെ അവസാന 2ാമത്തെ വർഷം പകുതിയോടുകൂടി അവർക്ക് എന്തെഴുതാം, സെറ്റ് പരീക്ഷയൊക്കെ എഴുതാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഒരു അവയർനെസ് ഉണ്ടാക്കി ഈ PGയോടൊപ്പം തന്നെ ഇതിന് രണ്ടിനും പ്രിപ്പയർ ആയി പോകുന്ന ഒരു രീതിയുണ്ട്. അതായത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു 2 വർഷം കഴിഞ്ഞ് നമ്മൾ ഒന്നേന്ന് പഠിക്കേണ്ടി വരും ഇതെല്ലാം. എന്നാൽ ആ സമയത്ത് നമ്മൾ കുറച്ച് മെനക്കെട്ടാൽ ഇതും കൂടെ ഈ PGയോടൊപ്പം തന്നെ സെറ്റ് നെറ്റ് എന്നുള്ള ആ ഭാഗവും BEd ഉള്ള ഒരാളാണെങ്കിൽ സെറ്റും ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ കഴിയും. ഈ വീഡിയോ കാണുന്ന അത്തരം ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായമാണ്. കാരണം നമ്മൾ ഈ സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നത് എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ട് നിന്നിട്ട് എടുക്കേണ്ടതല്ല. അല്ല നമ്മൾ PG കഴിയുമ്പോൾ നമ്മൾ ക്വാളിഫൈഡ് ആയിട്ട് പുറത്തു വരിക എന്ന് പറയുന്ന വലിയ കാര്യമാണ്. യഥാർത്ഥത്തിൽ PG എന്താണോ അതിനോടൊപ്പം തന്നെ ക്വാളിഫിക്കേഷനും കൂടി ചേർത്താണ് നമ്മൾ വായിക്കേണ്ടത്. MA സെറ്റ് എന്ന് നമ്മൾ പറയണം, MA BEd സെറ്റ് എന്ന് നമ്മൾ പറയണം. അല്ലാതെ MA BEd ഇനി സെറ്റിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളൊരു കാഴ്ചപ്പാടുമായിട്ട് മുന്നോട്ട് പോകുന്നത് നമ്മളെ ഏറ്റവും വലിയ സമയം നഷ്ടമാണ്. തീർച്ചയായിട്ടും. ഓക്കെ, ഒരു അവസാനമായിട്ട് സാറിനോട് നമ്മൾ ഈ ചർച്ച ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല, കാരണം ഇതൊരു തുടക്കം മാത്രമാണ്. എൻട്രിയെ ലീഡ് ചെയ്യാൻ, ടീച്ചിങ്ങിനെ ലീഡ് ചെയ്യാൻ ഞങ്ങൾ രണ്ടുപേരും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു തുടർച്ച, ഒരു സീരീസ് പോലെ നിങ്ങൾക്ക് ഈ ചർച്ചകൾ പ്രതീക്ഷിക്കാം. അതുപോലെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് അവയർനെസ്സും ഒക്കെ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. എനിക്ക് അവസാനമായിട്ട് ചോദിക്കേണ്ട ഒരു കാര്യം, ഇപ്പം നിലവിലുള്ള HSA, ഏതൊക്കെ HSA പരീക്ഷകൾക്ക് വേണ്ടിയാണ് നമ്മളിപ്പം കോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? കോഴ്സ് ലോഞ്ച് ചെയ്ത് August 1 ലോഞ്ച് ചെയ്ത കോഴ്സുകൾ മാത്സ്, മലയാളം, ഇംഗ്ലീഷ് അതിന് മുമ്പ് ലോഞ്ച് ചെയ്തു, ആദ്യം ലോഞ്ച് ചെയ്തു. സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഇത്രയാണ്. ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ അഡ്മിഷൻസ് നടക്കുന്നതും അഡ്മിഷൻ നടന്നിട്ടുള്ളതുമായിട്ടുള്ള സ്ഥാപനം എൻട്രി. ഈ എൻട്രിക്ക് അങ്ങനെ ഒരു പ്രൊഫഷൻ ഉണ്ടാവാൻ കാരണം നമ്മുടെ റിസൾട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ട് നേടിയ ഉദ്യോഗാർത്ഥികളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് അതാണ് നമ്മൾ പരസ്യമായിട്ട് എടുത്തത്. അല്ലാതെ നമ്മൾ സംസാരിച്ചു കൊണ്ടോ അതല്ലെങ്കിൽ ഞങ്ങൾ ഒരു കണക്ക് പോലും പറയാതെ മുമ്പ് ഇങ്ങനെ ആയിരുന്നു എന്ന് പ്രസ്താവിച്ചുകൊണ്ടോ അല്ല, മറിച്ച് കഴിഞ്ഞ HSA സോഷ്യൽ സയൻസിന്, നാച്ചുറൽ സയൻസിന്, ഫിസിക്കൽ സയൻസിന്, മാത്സിന്, മലയാളത്തിന്, ഇംഗ്ലീഷിന്, ഇത്രയും സബ്ജക്റ്റുകൾക്കും ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് എടുത്ത് കാണിക്കാൻ പറ്റിയ ഏക സ്ഥാപനം എൻട്രിയാണ്. വെല്ലുവിളിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പറയാം, വെല്ലുവിളിച്ച് പറയാം അല്ലേ, ഈ റിസൾട്ട് കാണിക്കാൻ പറ്റുന്ന മറ്റൊരു സ്ഥാപനം കേരളത്തിലുണ്ടോ എന്നുള്ളത്. ഇല്ലില്ല. അതായത് റിസൾട്ടിൻ്റെ മുന്നിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. മാത്രമല്ല LP UPയുടെ ഒരു വലിയ വിജയം, അത്രമാത്രം ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതിയ ഒരു സ്ഥാപനമാണ് എൻട്രി എന്ന് പറയുന്നത്. ഒരു ഓൺലൈൻ ആപ്പാണ്. അതുപോലെ തന്നെ ഇപ്പോൾ HSA അത്രമാത്രം വലിയ റെസ്പോൺസാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് നമുക്ക് നമ്മുടെ മെൻറ്റർഷിപ്പ് ബാച്ചിന് ഉൾപ്പെടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ വലിയൊരു റിസൾട്ട് ഈ പറയുന്ന എലിജിബിലിറ്റി ടെസ്റ്റുകൾക്കും വരാൻ പോകുന്ന HSST പരീക്ഷയ്ക്കും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ശ്രമം, അത് ടീച്ചിങ് എന്ന് പറയുന്നത് വലിയൊരു സാധ്യതയാണ്. കേരള PSCയെക്കാളും വലിയ സാധ്യതയുള്ളൊരു മേഖലയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് എൻട്രി അതിനുവേണ്ടി സർവ്വസന്നാഹങ്ങളും ഒരുക്കി കഴിഞ്ഞു. അത് അത്രമേൽ പ്രഗത്ഭരായ അധ്യാപകർ, നമുക്കറിയാം ഇപ്പോൾ ഈ പറയുന്ന പോലെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഉദ്യോഗാർത്ഥികളെക്കാൾ ക്വാളിഫൈഡ് ആയിരിക്കണം. അപ്പോൾ ആ രീതിയിലുള്ള അധ്യാപകരെ മാത്രമാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവരാൻ പോകുന്നത്. ആ ഒരൊറ്റ വിശ്വാസം, ഇവിടെ ജോലി കിട്ടുമോ എന്നുള്ളതല്ല, അല്ലെങ്കിൽ അത് രണ്ടാമത്തെ കാര്യമാണ്. ഫസ്റ്റ് കാര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സ് ഞങ്ങൾക്ക് തരാൻ കഴിയും. അതായത് ആദ്യത്തെ റാങ്കുകളിൽ നിങ്ങളെ എത്തിക്കാൻ കഴിയും. ഇനിയിപ്പോൾ ഒരു യോഗ്യതാ പരീക്ഷയാണെങ്കിൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ നിങ്ങളെ ആ
യോഗ്യതാ പരീക്ഷയ്ക്ക് വേണ്ട മാർക്ക് വാങ്ങിച്ച് ആ യോഗ്യത നേടിയെടുക്കാൻ നിങ്ങളെ സഹായിക്കാൻ കഴിയും. അങ്ങനെയല്ലേ സാർ? B.Ed ചെയ്യുന്നതിന് മുമ്പ്, അതായത് ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ PG കഴിഞ്ഞ് മുമ്പ് വേറെ ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടാതിരിക്കുന്ന സമയത്തായിരുന്നു പണ്ട് ഈ B.Edനും TTCക്കും ഒക്കെ പോകുന്നത്. എന്നാൽ അതിൽ നിന്നും ഒരു വലിയ മാറ്റം ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി. സർക്കാർ കോട്ട ഒഴിച്ച്, സർക്കാർ കോളേജുകൾ ഒഴിച്ച് ബാക്കി എല്ലാ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും B.Edനും TTCക്കും 2 വർഷത്തേക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് സീറ്റ് ബുക്കിംഗ് തീർന്നു. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ മാനദണ്ഡമാണ്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഹിന്ദു പത്രത്തിൽ വന്നൊരു വാർത്ത, ഇൻ്റർനാഷണൽ ലേബർ ലെവലിൽ ഏറ്റവും അധികം വേക്കൻസി വന്നിട്ടുള്ള 2ാമത്തെ തസ്തികയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഈ 2ാമത്തെ തസ്തികയിൽ ഇന്ന് കാനഡയിലും ഓസ്ട്രേലിയയിലും ലണ്ടനിലും വെയിൽസിലും അല്ലെങ്കിൽ UK മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ നമ്മുടെ കേരളത്തിലുള്ള വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, റെപ്യൂട്ടഡ് ആയിട്ടുള്ള, വലിയ ആഗ്രിഗേറ്റ് മാർക്ക് കരസ്ഥമാക്കിയിട്ടുള്ള ഒരുപാട് ബിരുദാനന്തര ബിരുദങ്ങൾ നേടി ടീച്ചിങ്ങിലേക്ക് വന്നിട്ടുള്ളവർ ജോലി ചെയ്യുന്നു. 8 ലക്ഷത്തിന് മുകളിൽ സാലറി വാങ്ങിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കൈപിടിച്ച് മുകളിലേക്ക് കടക്കാൻ നമ്മളെപ്പോലുള്ളവർക്ക് കഴിയുക എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളൊരു പുതിയ തുടക്കത്തിന് നാന്ദി കുറിക്കുകയാണ് ഇന്ന്. ഈ ഒരു തുടക്കം വൻ വിജയമാകാൻ വേണ്ടി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ സജ്ജീകരണങ്ങളും മറ്റുമൊക്കെ ഒരുക്കിയിട്ടുള്ള ഒരു വലിയ പട തന്നെ നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. അതിനെ ലീഡ് ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഭാഗമാക്കാൻ നിങ്ങൾക്ക് ഭാഗമായവരോടും അതുപോലെ തന്നെ ഇതിൻ്റെ സ്ട്രക്ചറുകളും കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. തീർച്ചയായിട്ടും അധ്യാപകനായിരിക്കുക എന്നുള്ളത് ഒരാളുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങളും ഞങ്ങളും. എൻ്റെ മുമ്പിലിരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ വെറും ഉദ്യോഗാർത്ഥികളല്ല, അധ്യാപക ഉദ്യോഗാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ആ ജോലിയിൽ നിങ്ങളെ എത്തിക്കാൻ എന്തൊക്കെ കടമ്പകളുണ്ടോ ആ കടമ്പകൾക്ക് എല്ലാമുള്ള സൊല്യൂഷൻ എൻട്രിയിലുണ്ടെന്ന് തിരിച്ചറിയുക. കേരളത്തിൽ എവിടെ കിട്ടുന്നതിനേക്കാളും ഏറ്റവും നല്ല ട്രെയിനിങ് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. അത്രമാത്രം പ്രഗത്ഭരായ അധ്യാപകരുടെ ഒരു ടീം ഞങ്ങളോടൊപ്പമുണ്ട്. അതിൻ്റെ ഭാഗമാകുക, ഉടനെ പഠിച്ചു തുടങ്ങുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുക. അല്ലേ സാർ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.